ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഞ്ഞിലി തടിയെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കും, ഇതിൻ്റെ റേറ്റെല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ പറയുന്നത് പച്ചത്തടിയാണെങ്കിൽ വേണ്ട, പച്ചത്തടിയാണെങ്കിൽ നമുക്ക് വേണ്ട, ഉണക്കത്തടിയാണെങ്കിൽ നമ്മൾ എടുത്തോളാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ഫുള്ളും നല്ല ഉണക്കൻ്റെ അങ്ങേറ്റം, ഇനി ഉണങ്ങാൻ വേറെ ഇല്ല ഈ തടിയിൽ. അങ്ങനത്തെ തടി നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം, ആ തടിയെക്കുറിച്ച്. തടി നമ്മൾ വാങ്ങിച്ചിട്ടിരുന്ന തടി ഇപ്പം ഇനി അടുത്ത് ചെയ്യാൻ പോണത് നമ്മൾ ഫുള്ള് ഉണക്ക തടിയിലാണ് ചെയ്യാൻ പോണത്. ആഞ്ഞിലിൻ്റെ നല്ല ഉണക്ക തടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഉണക്കത്തടി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റേറ്റെല്ലാം വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ പറയും, അയ്യോ പച്ചത്തടിയാണെങ്കിൽ വേണ്ട, പച്ചത്തടിയാണെങ്കിൽ വളഞ്ഞു പോവും, അങ്ങനെയൊക്കെ പറയും. ഇപ്പം പച്ചയല്ല, ഫുള്ള് ഉണക്കത്തടിയാണ്. അതുമാത്രമല്ല, നമ്മൾ ഇപ്പം 2 ദിവസം മുമ്പ് ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പണി എന്തെന്ന്, നമ്മൾ എടുക്കാത്ത പണി 2-3 പണികളും കൂടെ പറയാം. ഈ സിമ്മൻറ്റിൽ ചെയ്തിട്ടുള്ള വർക്ക്, സിമ്മൻറ്റിൽ നിങ്ങൾ ഫ്രെയിം ചെയ്തിട്ട് ജനൽ വാതിലെല്ലാം ചെയ്തിട്ട് അതിൽ പാളി ഇടാൻ പറ്റുമെന്ന്, അത് നമ്മൾ എടുക്കൂല. പിന്നെ ഏത് സ്റ്റീലിൻ്റെ രണ്ടുപേർ വിളിച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഫ്രെയിമും അതിൽ നമ്മൾ തേക്കിൻ്റെ ഡോറിടാൻ പറ്റുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കില്ല. സ്റ്റീല്, ഇരുമ്പ്, അങ്ങനെ ഒരു ഇതിൽ നമ്മൾ തടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ നമ്മൾ ചെയ്ത് തരണതിൽ എന്തെങ്കിലും കുറ്റമോ എന്തുണ്ടെങ്കിലും നമ്മൾ അത് പരിഹരിച്ച് തരും. സ്റ്റീലുകാരെ തന്നെ വിളിക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ തന്നെ സിമ്മൻറ്റും അതൊക്കെ അവരെ തന്നെ വിളിച്ചിട്ട് പാളിയും ടോറക്കും ചെയ്യണമായിരിക്കും നല്ലത്. തടിയിലെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നോക്കാം. തടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ല സ്റ്റീലും ഇരുമ്പും അതൊന്നും പറ്റില്ല. അത് കുറേ അടുത്ത് പറഞ്ഞു, 2-3 വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ ഫ്രെയിമും അതിൽ ഇതിടാൻ പറ്റുമെന്ന് കേട്ട്, തടിയുടെ ഡോറും. ഇനി നമ്മളത് ചെയ്തിട്ട് വേണം പിന്നെ എന്തോന്ന് അത് ശരിയായില്ലെന്ന് പറയാം. അതിനേക്കാളും നല്ലത് സ്റ്റീലിൻ്റെ ചെയ്ത് അവരെ തന്നെ വിളിച്ച് സ്റ്റീലിൻ്റെ ഡോർ ഇടുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരു വീട്ടിൽ ഫസ്റ്റ് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വീട്ടിൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വാതിലും ഇതെല്ലാം തടിയിൽ ആയിരിക്കും ഒരു വീടിൻ്റെ ഐശ്വര്യം. അല്ലാതെ ഈ സിമ്മൻറ്റും ഈ സ്റ്റീലും ഇതൊക്കെ വാങ്ങിച്ച് വെച്ചാൽ അവർ 5 വർഷം പറയണ വാറൻറ്റി, നമ്മൾ വേണമെങ്കിൽ നല്ല തടിയിലാണെങ്കിൽ 50 വർഷം പറയും. നല്ല തടിയാണ്, നല്ല ഉണക്ക തടിയിലാണെങ്കിൽ നമ്മളിപ്പം വാങ്ങിച്ചിട്ട തടിയിലാണെങ്കിൽ നമ്മൾ 50 വർഷത്തെ വാറൻറ്റി വേണമെങ്കിൽ തരാം. അത്രയ്ക്ക് നല്ല കിടിലം തടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഈ തടി നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന തടിയാണ്. ഇത് നല്ല ഉണങ്ങി കിടക്കണ ആഞ്ഞിലാണ്. ഇതിനപ്പുറം ഇനി ഉണങ്ങാനില്ല തടി. ഉണക്ക ആഞ്ഞില് നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് കേട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഇപ്പം ഈ പച്ച തടിയാകുമ്പം അത് എന്തെങ്കിലും വളഞ്ഞു പോകുമോ അങ്ങനെയൊക്കെ ഒരു ഇതായുണ്ട്. ഇത് ഫുള്ള് വാങ്ങിച്ചിട്ടിരിക്കുന്ന തടിയാണ്. നല്ല ഉണക്കാഞ്ഞിലാണ്. ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷത്തിൽ കൂടുതലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഉണക്കായതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ കിടക്കുന്ന ആ ഒരു കണ്ടവും ഒന്നല്ല, ഒരു 10-15 കണ്ടമുണ്ട്. ഇവിടെ ഈ കിടക്കുന്ന ഇതും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജനൽ വാതിൽ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ഇതിനപ്പുറം ഇനി തടി ഉണങ്ങാൻ വേറെ ഒന്നുമില്ല. ഇത്രയും നല്ല ഉണങ്ങി റെഡിയായിട്ട് കിടക്കുന്ന തടിയാണിത്.